നമസ്കാരം. ഗീതാസബരിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ അർജുനൻ യുദ്ധരംഗത്ത് ശോകമോഹങ്ങൾക്ക് വശംവദനായി കർമ്മത്തിൽ ഏർപ്പെടാൻ മടിച്ച് വിമുഖനായി അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ മനസ്സിന് വൈക്ലഭ്യം ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അനുഭവമാണ്. ഇങ്ങനെ മനസ്സിന് കൺഫ്യൂഷൻ, സംശയം, ഈ കർമ്മവിമുഖത ഇതെല്ലാം ഉണ്ടാകുന്ന ഏതൊരു വ്യക്തിക്കും ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ വളരെയധികം പ്രയോജനപ്രദമാണ്. ഈ മനസ്സിൻ്റെ ഈ ഒരു ജാഡ്യാവസ്ഥ, ജഡത, ഇത് അതായത് കർമ്മത്തിലേർപ്പെടാൻ മടിച്ച് മനസ്സിങ്ങനെ പ്രവർത്തിക്കാതെ ഇങ്ങനെ ആലസ്യം കൊണ്ടും സംശയം കൊണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡായിട്ടും ഒക്കെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതെയാക്കാനുള്ള മാർഗം ശ്രീ ഭഗവാൻ പറയുന്നു ജ്ഞാനമാണ്. അവനവനെക്കുറിച്ചുള്ള ജ്ഞാനം. ഭഗവത്ഗീത പറയുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അവനവൻ്റെ ശരീര മനസ്സുകളെ, ശരീരത്തിൻ്റെ പ്രവർത്തനം, അതേപോലെ മനസ്സിൻ്റെ പ്രവർത്തനം. ശരീരത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം, ഉറക്കം, അതുപോലെയുള്ള മറ്റ് ഏർപ്പാടുകളെല്ലാം, അതെല്ലാമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം. ശരീരം കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ആരോഗ്യം, അതുപോലെ രോഗാവസ്ഥ, അതിൻ്റെ പ്രവർത്തനക്ഷമത, അതിലെ കായിക ശേഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു ധാരണയാണ് ശരീരത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്. അതേപോലെ മനസ്സിനെക്കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത്? കരണാനാം സരണിമപി എന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ സരണി, ഇന്ദ്രിയങ്ങളുടെ മാർഗം, ഏതൊക്കെ വഴിക്കാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഇപ്പം ഏത് തരത്തിലുള്ള വികാരമാണ് എൻ്റെ മനസ്സിലുള്ളത്? എന്ത് ഫീലിംഗ് ആണ് എൻ്റെ മനസ്സിലുള്ളത്? ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് അവനവൻ്റെ ശരീരത്തെയും മനസ്സിനെയും കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആർക്കാണ് ഈ ധാരണ ഉണ്ടാകുന്നത്? ശരീരത്തെയും മനസ്സിനെയും നിരീക്ഷിക്കുന്ന ആത്മാവിനാണ്, ക്ഷേത്രജ്ഞൻ. ഭഗവത്ഗീതയുടെ ഭാഷയിൽ ക്ഷേത്രജ്ഞനാണ് ഈ ജ്ഞാനമുണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രജ്ഞനാണ് ഇത് അനുഭവിക്കുന്നവൻ, എക്സ്പീരിയൻസർ അഥവാ ഒബ്സർവർ. ആ ആത്മാവ്, ഈ ആത്മാവിനെ ശരീര മനസ്സുകളിൽ നിന്ന് വേറിട്ടറിയുന്നതാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് 13-ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗജ്ഞാനം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീര മനസ്സുകൾ, ആ ബോഡി മൈൻഡ് യൂണിറ്റ് ഒരുമിച്ച് പറയുന്നതാണ് ക്ഷേത്രം. അതിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയതാണ് ഈ ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞന്റെ സ്വഭാവം എന്താണ്? ഈ ക്ഷേത്രത്തെ അറിയുന്നവനാണ് ഈ ക്ഷേത്രജ്ഞൻ. മാത്രമല്ല, ഈ ക്ഷേത്രജ്ഞൻ ഈ ക്ഷേത്രത്തിൽ കൃഷി ചെയ്യാൻ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയാണ്, അല്ലാതെ ടെമ്പിൾ എന്നുള്ള അർത്ഥമല്ല. ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നവനാണ്. അവിടെയുള്ള ചീത്ത കളകളൊക്കെ കളഞ്ഞിട്ട് അവിടുത്തെ വിളവുകൾ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും എന്ന് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അപ്പം അങ്ങനെ അവനവൻ്റെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ ഈ അനാവശ്യമായ ചിന്തകളെയും അനാവശ്യമായ വികാരങ്ങളെയും ഇറാഡിക്കേറ്റ് ചെയ്ത് അവിടെ ഉപയോഗപ്രദമായ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് നട്ടു വളർത്തിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ തന്നെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ തന്നെ ബോധപൂർവം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനറിവ് വേണം. എന്താണ് ശുദ്ധി, എന്താണ് അശുദ്ധി എന്നൊക്കെ നമ്മൾ അറിയണം. ആ അറിവൊക്കെയാണ് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളതും ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതെല്ലാവർക്കും സാധിക്കില്ല. കാരണം അവനവൻ്റെ ശരീരത്തിലേക്കും അവനവൻ്റെ മനസ്സിലേക്കും നോക്കിക്കാണുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സല്ല. അങ്ങനെ ആത്മദർശന ശക്തി, ആത്മനിരീക്ഷണ ശക്തി എല്ലാവർക്കും ഇല്ല. ആ ആത്മനിരീക്ഷണ ശക്തി എങ്ങനെ ഉണ്ടാക്കും? അതാണ് കർമ്മത്തിലേർപ്പെടുക. ഈ ലോകത്ത് ആർക്കും തന്നെ കർമ്മത്തിലേർപ്പെടാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും കർമ്മത്തിലേർപ്പെട്ടേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് കർമ്മത്തിലേർപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ നമ്മുടെ മനസ്സ് ഏതെങ്കിലും കർമ്മത്തിൽ പോയിപ്പെടും. അങ്ങനെയാണ്, ആർക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ കർമ്മത്തെ തന്നെ
ഒരു ഉപാസനാ മാർഗമാക്കി തീർക്കുകയാണ് ഭഗവത്ഗീത. ഈ കർമ്മത്തെ തന്നെ കർമ്മയോഗം എന്ന രീതിയിൽ അതിനെ വളർത്തിയെടുക്കുകയാണ്. അങ്ങനെ കർമ്മ അനുഷ്ഠാനത്തിലൂടെ അവനവൻ്റെ മനസ്സിന് ശക്തി കൊടുക്കുക, ഏകാഗ്രത കൊടുക്കുക. അങ്ങനെ മനസ്സിന് ആ കപ്പാസിറ്റി ഉണ്ടായി കഴിയുമ്പോൾ ക്രമേണ അവനവനിലേക്ക് തന്നെ നോക്കാനുള്ള ഒരു ശക്തി ഈ ഇന്ദ്രിയങ്ങൾക്ക്, പുറമേക്ക് തുറന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിനെക്കുറിച്ചും മനസ്സിലുള്ള ചിന്തകളെക്കുറിച്ചും ഈ ചിന്തകളുടെ സ്വഭാവത്തെക്കുറിച്ചും ആ ചിന്തകൾ നെഗറ്റീവായാലുള്ള ദോഷവശത്തെക്കുറിച്ചും ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് പോലെ ദോഷദർശന അഭ്യാസം കൊണ്ട് അവനവൻ്റെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് നമുക്ക് ദോഷകരമാണ് എന്ന് അഭ്യസിക്കുക, ആവർത്തിച്ച് അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ, അതായത് ചിത്തശുദ്ധീകരണത്തിലൂടെ നമുക്ക് ആത്മജ്ഞാനമുണ്ടാകുന്നു. ആ ആത്മജ്ഞാനത്തിലൂടെ ആത്യന്തിക ദുഃഖനിവൃത്തി അഥവാ ആത്യന്തിക സുഖം, മനസ്സിൻ്റെ ശാന്തി, അതാണ് മോക്ഷം. ആ ശാന്തിയാണ് മോക്ഷം. നമ്മൾ ഓം ശാന്തി 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 എന്ന് പറയാറുണ്ടല്ലോ. ആ ശാന്തിയാണ് മോക്ഷം. അല്ലാതെ മരണത്തിന് ശേഷം അതല്ല, മരണത്തിന് ശേഷം ഏതെങ്കിലും ലോകത്തിൽ ചെന്ന് അതല്ല മോക്ഷം. അതൊരു സങ്കല്പം മാത്രമാണ്. യഥാർത്ഥത്തിൽ മോക്ഷം എന്താണ്? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്, ഈ നിമിഷം നമ്മൾ അനുഭവിക്കുന്നതാണ്. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന് 2 മാർഗങ്ങളാണ്. മനസ്സിന് ഓൾറെഡി മെച്യൂരിറ്റി വന്നു കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കാണാനും അവനവൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൃത്യമായി അറിയാനും അപഗ്രഥിക്കാനും കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമാണ് അയാളുടെ ഉപാസനാമാർഗം. കാരണം അയാൾക്ക് പിന്നെ കർമ്മത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. അയാളുടെ ഉള്ളിലേക്ക് അയാൾ നോക്കുന്നതിൻ്റെ ഫലമായി അയാളുടെ ഉള്ളിലുള്ള അനാവശ്യമായ കാമങ്ങളിൽ നിന്ന് അയാൾക്ക് രക്ഷ നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ കാമങ്ങളുണ്ടാകാതെ അയാൾ കേവലം തൻ്റെ എക്സിസ്റ്റൻസിനുള്ള, നിലനിൽക്കാൻ ആവശ്യമായ ആ ഒരു സർവൈവൽ പർപ്പസിനുള്ള നീഡ്സ് കൊണ്ട് അയാൾ തൃപ്തനാകും. അല്പം ഭക്ഷണം, ഒന്ന് റെസ്റ്റ് ചെയ്യാനൊരല്പം സ്ഥലം, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നീഡ്സ് കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ മനുഷ്യൻ്റെ ലക്ഷറിയാണ്. ഈ ലക്ഷറിയിലേക്ക് നമ്മുടെ സാധാരണ ജീവികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമല്ലാത്തത് കൊണ്ട് നമുക്കിതൊക്കെ വേണം. അങ്ങനെയുള്ളവർ കർമ്മത്തിലേർപ്പെടണം. കർമ്മത്തിലേർപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം ധർമ്മത്തിനനുസരിച്ച ആഗ്രഹങ്ങൾ, അതാണ് ധർമ്മം, അർത്ഥം, കാമം. ഈ ആഗ്രഹങ്ങൾ നേടാൻ ആവശ്യമായ അർത്ഥം അഥവാ ധനം, അതാണ് കർമ്മം, അർത്ഥം, കാമം. പിന്നെ അതിലൂടെ മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ തൃപ്തിയാണ്, മനസ്സിൻ്റെ ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ്, ആത്യന്തിക സുഖമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കാമങ്ങൾ അവശേഷിക്കുന്ന, മനസ്സിപ്പോഴും പൂർണ്ണമായും ഈ കാമങ്ങളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമല്ലെങ്കിൽ നമ്മൾ കർമ്മയോഗത്തിൽ ഏർപ്പെടണം. അപ്പോൾ നമ്മളെ കർമ്മയോഗി എന്ന് പറയും. അതേസമയം ഈ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനായ ഒരാളെ സംബന്ധിച്ച് പിന്നെ ഒന്നും നേടാനില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്. ചെറുപ്പത്തിലൊക്കെ ധാരാളം ജോലിയൊക്കെ ചെയ്ത് ധാരാളം പണമൊക്കെ ഉണ്ടാക്കി, ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കി ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കർമ്മമൊന്നും ചെയ്യണ്ട, വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് നമ്മൾ കുറച്ചൊന്ന് സമാധാനമായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കും, അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ സാധാരണയുള്ളതാണ്. ഇതിനേക്കാൾ ഒരു പടി കൂടെ ഉയർന്നിട്ടാണ് ഈ ജ്ഞാനിയുടെ അവസ്ഥ. ജ്ഞാനിയെ സംബന്ധിച്ച് നൈഷ്കർമ്മ്യമാണ് ജ്ഞാനിക്കുള്ളത്. കർമ്മമേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ജ്ഞാനിക്ക് യാതൊന്നും തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് ജ്ഞാനി നിത്യതൃപ്തനാണ്. അങ്ങനെയുള്ള ജ്ഞാനി, ഞാൻ അങ്ങനെയുള്ള ആളാണോ എന്ന് നമുക്ക് സ്വയം ഒബ്സർവ് ചെയ്യാം. ആണെങ്കിൽ കർമ്മം ചെയ്യണ്ട. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ, നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പ്ലാനുകളുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ കർമ്മയോഗിയാണ്. ഇങ്ങനെ 2 തരത്തിലുള്ള നിഷ്ഠയാണ് മനുഷ്യർക്ക് പണ്ട് തന്നെ ഈശ്വരൻ വിധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതാണ് ശ്രീ ഭഗവാന്റെ ശ്ലോകം. അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമാണിത്. അർജുനനോട് ഈ ജ്ഞാനത്തെയും കർമ്മത്തെയും പ്രശംസിച്ചുകൊണ്ട് ശ്രീ ഭഗവാൻ 2ാമത്തെ അധ്യായത്തിൽ ഉപദേശിച്ചു. അതായത് തളർന്നിരിക്കുന്ന അർജുനനോട് പറഞ്ഞു, നീ ആത്മാവിനെ അറിയണം. ആത്മാവെന്ന് പറയുന്നത് ഒരു വിധത്തിലും ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത,
നിത്യവസ്തുവാണ് ആത്മാവെന്ന് പറയുന്നത്. എന്നാൽ ശരീരമനസ്സുകൾ എന്ന് പറയുന്നത് അനിത്യവസ്തുവാണ്. ഇങ്ങനെ ഈ നിത്യ അനിത്യ വസ്തുക്കൾ തമ്മിലുള്ള വിവേകം, തിരിച്ചറിവ് നിനക്കുണ്ടാവണം. ആ ജ്ഞാനം നിനക്കുണ്ടാകണം. ആ ജ്ഞാനത്തിലൂടെ നിനക്ക് യഥാർത്ഥത്തിൽ മനസ്സിൽ ശാന്തി ഉണ്ടാക്കാനും ആ ശാന്തിയിലൂടെ കർമ്മോന്മുഖനാകാനും സാധിക്കുള്ളൂ എന്ന് പറയുന്നു. മാത്രമല്ല, നീ കർമ്മോന്മുഖനാകണം, നീ കർമ്മം ചെയ്യണം എന്നും പറയുന്നു. അങ്ങനെ ജ്ഞാനത്തെയും കർമ്മത്തെയും ശ്രീ ഭഗവാൻ ഒരുപോലെ പ്രശംസിച്ചു. അപ്പോൾ അർജുനന് കൺഫ്യൂഷനായി. അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത്, അങ്ങ് ഈ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ മോക്ഷകാരണമെന്ന് പറയുന്നു, എന്നിട്ട് എന്നോട് കർമ്മം ചെയ്യാനും പറയുന്നു. ഘോരമായ ഈ കർമ്മത്തിൽ എന്നെ നിയോഗിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങ് തീരുമാനിക്കുക. തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഇതിൽ ഏതാണോ, ജ്ഞാനമാണോ കർമ്മമാണോ, ഇതിലേതെങ്കിലും ഒന്ന്. ജ്ഞാനമാണെങ്കിൽ ഞാൻ പിന്നെ ഈ യുദ്ധരംഗത്ത് നിന്ന് പോയി ഏതെങ്കിലും കാട്ടിലോ മലയുടെ മുകളിലോ ഇരുന്ന് ഞാൻ ആ ആത്മജ്ഞാനത്തിൽ ഇങ്ങനെ ധ്യാനിച്ചിരുന്നോളാം. ഇനി കർമ്മമാണ് പ്രധാനമെങ്കിൽ പിന്നെ ജ്ഞാനത്തെക്കുറിച്ചോ ഒന്നും പറയരുത്. അങ്ങ് ഞാൻ കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കർമ്മം ചെയ്തോളാം. അങ്ങനെ ഇത് രണ്ടിലേതാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അത് അങ്ങ് നിശ്ചയിച്ചിട്ട്, ഏകം നിശ്ചിത്യവത, നിശ്ചയിച്ചിട്ട് എന്നോട് പറയണം. യേന, യാതൊന്നുകൊണ്ടാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാകുന്നത്, എൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ടാകുന്നത്. അതാണ് ശ്രേയസ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തി, തൃപ്തി. എൻ്റെ ഉള്ളിൽ തൃപ്തി ഉണ്ടാകുന്നത് ഏതാണ് എന്ന് എനിക്കറിയില്ല. അങ്ങ് പറയുന്നത് കേട്ട് എനിക്ക് ആകെ കൂടുതൽ കൺഫ്യൂഷനായിരിക്കുന്നു. അതുകൊണ്ട് ഏതാണെന്ന് പറയണം. അപ്പോഴാണ് ശ്രീ ഭഗവാൻ അതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിലെ ശരിയായ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്ഞാനവും കർമ്മവും, ഇങ്ങനെ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ്. ഈ ആത്മാവ് കർമ്മത്തിന് അതീതനാണ്, കർമാതീതനാണ്, എല്ലാ കർമ്മത്തിനും അതീതനാണ് ഈ ആത്മാവ്. കർമ്മം എന്ന് പറയുന്നത് മൂവ്മെൻ്റാണ്. ഈ മൂവ്മെൻ്റ് ശരീരമനസ്സുകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ആത്മാവ് നിത്യനാണ്, നിത്യവസ്തുവാണ്. അതിന് ജനനമില്ല, മരണമില്ല, അതിനൊരു വിധത്തിലുള്ള മൂവ്മെൻറ്റും ഇല്ല. അത് കർമ്മത്തിൽ ഏർപ്പെടുന്നതേ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള കോൺട്രാസ്റ്റ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ആരംഭിക്കുന്നത്. വളരെ വളരെ ശാസ്ത്രീയമായ സമീപനമാണ്. നോക്കൂ, ശ്രീ ഭഗവാൻ ഉവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഖ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ മറുപടി പറഞ്ഞു. ലോകേ അസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ അനഘ. അല്ലയോ അനഘ, അർജുനനെ വിളിക്കുന്നതാണ്. അഖമില്ലാത്തവൻ, മനസ്സിൽ ദുശ്ചിന്തകളില്ലാത്തവൻ. മനസ്സിൽ, അർജുനൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഋജുവായവൻ, ഋജുവായ മനസ്സോട് കൂടിയവനാണ് അർജുനൻ. അതായത് നേരെ വാ നേരെ പോ എന്ന സമീപനമാണ് അർജുനൻ്റെ. ആ തെളിമയുള്ള മനസ്സുള്ളത് കൊണ്ടാണ് ശാസ്ത്രം പഠിക്കാൻ അർജുനൻ്റെ മനസ്സിന് യോഗ്യതയുണ്ടാകുന്നത്. അപ്പോൾ അതാണ് അനഘൻ. നീ അനഘനായതുകൊണ്ട് നിനക്ക് ഞാൻ ശാസ്ത്രം പറഞ്ഞു തരാം എന്നാണ് അതിൻ്റെ സൂചന. അവിടെ അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ, രണ്ട് വിധത്തിലുള്ള നിഷ്ഠകൾ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ സാധനാമാർഗം. ഈ ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക്, മനസ്സിന് നിത്യമായ സുഖമുണ്ടാകുന്നതിന്, ആനന്ദമുണ്ടാകുന്നതിന് രണ്ട് വിധത്തിലുള്ള സാധനാമാർഗം. പുരാപ്രോക്ത മയാ, മയാ പുരാപ്രോക്ത, എന്നാൽ പണ്ട് തന്നെ പറയപ്പെട്ടു. മയാ എന്നിവിടെ ശ്രീഭഗവാൻ പറയുമ്പോൾ ഇവിടെ ശ്രീഭഗവാൻ നിൽക്കുന്നത് ഈശ്വരന്, വാസുദേവന്, എന്താണ്, ബ്രഹ്മന്റെ പ്രതീകമായിട്ടാണ്, പരമാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ പ്രതീകം, ഈശ്വരനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം. അപ്പോൾ മയാ, ഈശ്വരനാൽ പുരാപ്രോക്ത, പണ്ട് തന്നെ പറയപ്പെട്ടിരിക്കുന്നു. എന്ത്? ദ്വിവിധാനിഷ്ഠ, രണ്ട് വിധത്തിലുള്ള സാധനാമാർഗം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജ്ഞാനമെന്നും കർമ്മമെന്നും. ഈ ജ്ഞാനം മനസ്സിൽ പാകത വന്ന് ആഗ്രഹങ്ങളൊന്നും മനസ്സിലില്ലാത്ത അവസ്ഥയിൽ
ഞാൻ ആത്മാവാണ്, ശരീരമനസ്സുകളല്ല, ആത്മാവാണ് എന്ന ജ്ഞാനം ഉണ്ടായ വ്യക്തിയാണ് ഈ സാഖ്യൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ജ്ഞാനയോഗേന സാഖ്യാനാം. സാഖ്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജ്ഞാനമാണ് യോഗമാർഗം. ആ ആള് ആ ആത്മജ്ഞാനത്തിൽ അങ്ങനെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ആൾക്ക് ആനന്ദമുണ്ടാകാനുള്ള മാർഗം. അപ്പോൾ അയാൾക്കൊന്നും നേടണ്ട. അയാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മരത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ മലയുടെ മുകളിലോ അയാൾക്ക് അങ്ങനെ ശാന്തനായി ഈ ആത്മാവിനെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കാൻ കഴിയും. കാരണം അയാൾ സാഖ്യനാണ്. അയാൾ ഈ സാഖ്യൻ എന്ന് പറയുമ്പോൾ ഷഡ്ദർശനങ്ങളിലെ സാഖ്യദർശനത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാഖ്യൻ എന്നുള്ളത് കൊണ്ട് ജ്ഞാനി, ആത്മജ്ഞാനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആത്മജ്ഞാനിയായിട്ടുള്ള ശരീരമനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ ശരീരമനസ്സുകൾ അനിത്യമാണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ആത്മാവ് അതിനൊരു മാറ്റവും ഇല്ല. അതെന്നും എക്കാലത്തും ഒരേപോലെ ഇരിക്കും, ഒരേപോലെ പൂർണ്ണമാണ്. ആ പൂർണ്ണമായ ആനന്ദസ്വരൂപമായ ജ്ഞാനസ്വരൂപമായ ശാന്തിയായ ആ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സാഖ്യൻ്റെ അവസ്ഥ. അപ്പം ജ്ഞാനയോഗം കൊണ്ട് സാഖ്യനും അല്ലാത്ത സാധാരണ മനുഷ്യൻ, പല പല ആഗ്രഹങ്ങളും പല പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉള്ളവരാണ് സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലെയുള്ളവർ. അങ്ങനെ സാധാരണ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ എന്ത് വേണം? നമ്മുടെ മനസ്സിന് എപ്പോഴും ഡിസ്ട്രാക്ഷനാണ്. ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും, അത് സ്വാഭാവികമാണ്. അങ്ങനെ പോകുന്ന നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി കൊണ്ടുവരാൻ നമുക്കൊരു പ്രാക്ടീസ് വേണം, ആ അഭ്യാസം വേണം, ആവർത്തിച്ച് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് വേണം. ഈ പ്രാക്ടീസ് എന്താണ്? കർമ്മം. നമ്മൾ എന്താണോ നിത്യജീവിതത്തിൽ ചെയ്യുന്നത് അത് തന്നെ കർമ്മം. അതായത് ഒരാൾ അധ്യാപകനാണെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ കർമ്മം. ഒരാൾ കലാകാരനാണെങ്കിൽ ആ കലയിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ കർമ്മം. ഒരാൾ ബിസിനസ് ചെയ്യുന്നയാളാണെങ്കിൽ ആ ബിസിനസ് തന്നെയാണ് കർമ്മം. കൃഷി ചെയ്യുന്നതാണെങ്കിൽ കൃഷി ചെയ്യുന്നതാണ് കർമ്മം. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ക്രിയ, ജീവിതത്തിലെ ജോലി, അതാണ് കർമ്മം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ആ കർമ്മത്തെ കർമ്മയോഗമായി ഒരു പ്രത്യേക നിഷ്ഠയോടെ, ഒരു പ്രത്യേക ആദർശത്തോടെ അതിനെ പ്യൂരിഫൈ ചെയ്ത് ഏർപ്പെടുന്നതാണ് കർമ്മയോഗം. അതാണ് കർമ്മയോഗേന യോഗിനാം. യോഗിയായിട്ടുള്ള മനസ്സിനെ ഏകാഗ്രമാക്കാൻ പരിശ്രമിക്കുന്നവനാണ് യോഗി. യുജ് സമാധൗ എന്നുള്ള ആ യുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഇവിടെ യോഗം എന്ന് പറയുന്ന വാക്കുണ്ടായത്. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന ഒരു പർപ്പസോടുകൂടി മനസ്സിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വതമേയുള്ള ഭാവമാണ്. ആ സ്വതമേയുള്ള ഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കാനുള്ള, നമ്മൾ പലപ്പോഴും ഈ ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഫ്രീ ആയാൽ മനസ്സ് ഏകാഗ്രമാകും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മനസ്സിനെ ഫ്രീ ആക്കാനുള്ള ഒരു മാർഗം എന്താണ്? കർമ്മയോഗത്തിൽ ഏർപ്പെടുക. ഏകാഗ്രതയോടുകൂടി ആ പ്രോസസ്സിൽ എന്താണ് കർമ്മയോഗം എന്നൊക്കെ ഭഗവത്ഗീത ഇനി അടുത്ത വരാൻ പോകുന്ന ശ്ലോകങ്ങളിലൂടെയൊക്കെ പറയും. അപ്പം ഇവിടെ ജ്ഞാനയോഗം സാഖ്യന്മാർക്ക്, ആത്മജ്ഞാനം ഓൾറെഡി ഉണ്ടായിത്തീർന്നവർക്ക്, അവർക്ക് ജ്ഞാനയോഗമാണ് മാർഗം. ഇപ്പോഴും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നവർക്ക് കർമ്മയോഗമാണ് മാർഗം. അപ്പം കർമ്മയോഗം പരമ്പരയാ മോക്ഷസാധനമാണ്, മോക്ഷകാരണമാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതാണ് പരമ്പരയ. ആദ്യം കർമ്മമനുഷ്ഠിച്ച് മനഃശുദ്ധി നേടി, ആ മനഃശുദ്ധി കൊണ്ട് ജ്ഞാനം നേടി, ആ ജ്ഞാനം കൊണ്ട് മോക്ഷത്തിലേക്ക് എത്തുക. അതേസമയം ഇവർക്ക് പ്രത്യക്ഷമായ മോക്ഷമാണ്, നേരിട്ട് സാക്ഷാത് മോക്ഷകാരണമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. കാരണം ജ്ഞാനം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട് തന്നെ മോക്ഷം ഉണ്ടാവുന്നു. ഈ രണ്ട് മാർഗങ്ങളാണ്. ഒന്നിനെ നമ്മൾ പ്രവൃത്തി മാർഗം, മറ്റുള്ളതിനെ നമ്മൾ നിവൃത്തി മാർഗം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ ചർച്ച ആരംഭിക്കുന്നത്. നമുക്ക് തുടർന്ന് അടുത്ത ശ്ലോകത്തിലും മറ്റും പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഗീതാസപര്യയുടെ ഇനി വരുന്ന എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.